ദൃഢനിശ്ചയം ചെയ്ത് പഠനഗോതയിലിറങ്ങിയ വിശുദ്ധ ദീനിൻ്റെ വൈജ്ഞാനിക പോരാളികളാണ് നൂറാനികൾ. ഇക്കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ 13ാമത്തെ സ്കൂള് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ സ്കൂളുണ്ടാക്കി നൽകിയത് ഒരു നൂറാനിയായി. നൂറാനി ഖബീലയിൽപ്പെട്ട ഒരാളാണ്. ഗുജറാത്തിലെ കഴിഞ്ഞ 4 ദിവസത്തെ സന്ദർശനത്തിൽ അവിടെ കണ്ട ഓപ്പർച്യൂണിറ്റീസ് ഓരോ സ്ഥലത്തും നമ്മൾ പുതുതായി സന്ദർശിക്കുമ്പോൾ പഴയ സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പോകുമ്പോൾ ഏറ്റവും പുതിയ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ കാണുന്നു. അതുകൊണ്ട് ഈ കാണുന്ന തലപ്പാവുകളെല്ലാം വെറുതെയുള്ളതല്ല. ഇനിയുമേറെ ആവശ്യമുണ്ട്. ഈ രാജ്യം കൊതിക്കുന്നുണ്ട്, ലോകം തേടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ജാമിഅ മദീനത്തുന്നൂറിൻ്റെ എല്ലാ ക്യാമ്പസുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ സംഗമിക്കുന്നത്. തമിഴ്നാട് ക്യാമ്പസ് എന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അല്ലേ? തമിഴ്നാട്ടുകാരുണ്ടോ? പിറകോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല. സ്വന്തത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. തമിഴ്നാട് ക്യാമ്പസ്, കർണാടക ക്യാമ്പസുകാർ, മാഷാ. അതിന് പുറത്തുനിന്നുണ്ടോ? മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് ഒന്നുമില്ലല്ലോ. അപ്പോ പ്രധാനമായും 2 മേഖലയിലാണ് നാം പ്രവർത്തിക്കുന്നത്. ഒന്ന്, മദീനത്തുന്നൂറിൻ്റെ ആവർത്തനം, കൃത്യമായ പ്രബോധക വൃന്ദത്തെ വാർത്തെടുക്കുന്ന പാരമ്പര്യ ദർസി കിതാബുകൾ ഓതി ഇൽമ പഠിച്ച് ഭാഷാ കഴിവുകൾ നേടി ഏതു നാട്ടിലേക്കും സഞ്ചരിക്കാൻ തയ്യാറാകുന്നു. മറ്റൊന്ന്, ഇതിലേക്ക് കാറ്റർ ചെയ്യുന്ന സ്കൂളുകൾ, പ്രീ സ്കൂളുകൾ, അതും കടന്ന് പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഉണ്ടാക്കുകയും നടത്തുകയും വളർത്തുകയും ക്വാളിറ്റി അഷ്വറൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം. മറ്റൊന്ന്, പൊതുമേഖലയിലെ സജീവ സാന്നിധ്യങ്ങളായി എഴുത്തിൻ്റെയും രചനയുടെയും പ്രഭാഷണത്തിൻ്റെയും മേഖലയിൽ ഉള്ളവർ എല്ലാ തലങ്ങളിലും നാം സഞ്ചരിക്കുമ്പോൾ നാം വളരെ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് ഗമിക്കേണ്ടതുണ്ട്. അകലങ്ങളെ അറിയുന്നു എന്ന ഒരാശയമാണ് ഈ തവണ റെന്റ് വ്യൂവിൻ്റെ തീമായിട്ടുള്ള എക്സസൈസ്. അകലങ്ങളെ അറിയുന്നു. ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗായിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധകർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആജ്ഞയാണത്. ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗായിബ്. ഗായിബായ ആളുകളിലേക്ക് എത്തിക്കണം. ആ വിളി കേട്ടാണ്, ആ ഒരു ആജ്ഞ അനുസരിച്ചുകൊണ്ടാണ് അറഫയിൽ നിന്ന് അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് മധ്യേഷ്യയിലും കിഴക്കനേഷ്യയിലും എല്ലാം
അവർ സഞ്ചരിച്ച് ചൈനയിലും യൂറോപ്പിലും എല്ലാ രാജ്യങ്ങളിലേക്കും സഞ്ചരിച്ച് സ്വഹാബികൾ മാതൃക കാണിക്കുകയും അതിനെ തുടർന്ന് മഹത്തുക്കളായ ഉലമാക്കൾ ഔലിയാക്കൾ സഞ്ചരിക്കുകയും ചെയ്തത്. അവർക്ക് അല്ലാഹു തആല യന്ത്രങ്ങളില്ലാത്ത കഴിവുകളാണ് കൊടുത്തിരുന്നത്. വിദൂരങ്ങളെ നോക്കിക്കാണാനോ ഭൂമിയെ മനസ്സിലാക്കാനോ വിദൂരങ്ങളിലേക്ക് അതിവേഗം സഞ്ചരിക്കാനോ കറാമത്തുകളെ കൊണ്ട് അമ്പിയാക്കന്മാർക്ക് അല്ലാഹു തആല മുഅ്ജിസത്തുകൾ കൊടുത്തത് ഔലിയാക്കന്മാർക്ക് കറാമത്തുകളായി കൊടുത്ത് അതുകൊണ്ടാണ് അവർ സഞ്ചരിച്ചിരുന്നത്. ഹൃദയത്തിൻ്റെ ഭാഷ കൊണ്ടാണ് അവർ സംസാരിച്ചിരുന്നത്. ഷാഹെ ഹംദാൻ മീർ അലി ഹമദാനി റളിയല്ലാഹു അൻഹു ഇറാനിൽ നിന്ന് 700 ശിഷ്യന്മാരുമായി ഇന്ത്യയിലേക്ക് പുറപ്പെട്ട് ഇന്ത്യയുടെ വടക്കേ അറ്റം കശ്മീർ വാലിയെ മൊത്തം പ്രകാശിതമാക്കിയിട്ട് തൊട്ടടുത്ത രാജ്യമായ താജിക്കിസ്ഥാനിലേക്ക് പോയി. താജിക്കിസ്ഥാനെയും അവർ പ്രക്ഷോഭിതമാക്കി എന്നതിൻ്റെ അടയാളമാണ് താജിക്കിസ്ഥാൻ ഗവൺമെൻറ് ഇന്നും കറൻസിയിൽ മീർ അലി ഹമദാനിയുടെ ഫോട്ടോ വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മക്ബറയുടെ ചിത്രവും കവിതകളും ആലേഖനം ചെയ്തിട്ട് അവിടുത്തെ നോട്ടടിക്കുന്നത്. എത്യോപ്യയിലെ ബാർബറ എന്ന് പറഞ്ഞ പ്രദേശത്തു നിന്ന് വന്ന അബുൽ അല യൂസുഫ് അൽ ബർബരി എന്ന് പറയുന്ന മഹാൻ 200ഓളം ദ്വീപുകളുള്ള മാലദ്വീപിൽ മാല പോലെ കിടക്കുന്ന ദ്വീപായതുകൊണ്ടാണ് അതിന് മാലദ്വീപ് എന്ന് പറയുന്നത്. മലകൾ പോലെ ഉയർന്നു നിൽക്കുന്നതായതുകൊണ്ടും മലൈദ്വീപ് എന്ന് പറയുന്നു എന്നും അഭിപ്രായമുണ്ട്. ആ മാലദ്വീപില് വന്ന് ദഅവത്ത് നടത്തിയ ആൾ ബുദ്ധമതക്കാർ മാത്രമുണ്ടായിരുന്നൊരു നാട്ടിൽ എന്തു ഭാഷ, ദിവേഹിയാണോ അവരുടെ ഭാഷ, അല്ലെങ്കിൽ ദ്വേഹി ഭാഷ സംസാരിക്കുന്ന ആളുകൾ, അവർക്കിടയിൽ വന്നുകൊണ്ട് അറബിയായ ആളാണ് ദഅവത്ത് നടത്തിയിട്ട നാട്ടുകാർ മുഴുവനും പ്രകാശത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഉള്ള ആ പന്ഥാവിൽ ലോകത്തെവിടെയും സഞ്ചരിക്കാൻ ഇന്ന് അല്ലാഹു തആല നമുക്ക് ആ മുഅ്ജിസാത്തുകൾക്ക് കറാമത്തുകൾക്ക് പകരം ടെക്നോളജിയാണ് തന്നിരിക്കുന്നത്. മുഅ്ജിസത്തായിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ സംഗതികളും കറാമത്തായിട്ട് സംഭവിച്ചുള്ള കാര്യങ്ങളൊക്കെ അത് അസാധ്യമാണ്, അസാധാരണമാണ് എന്നത് പക്ഷേ അത് സാധാരണവും ആണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അവൻ നൽകുന്ന ശക്തികളിലൂടെ അത് സാധ്യവും ആണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ടെക്നോളജി ചെയ്യുന്നത്. മദീനയുടെ മെമ്പറിൽ നിന്ന് വിളിക്കുന്നത് നഹാവന്തിൽ കേൾക്കാൻ അന്ന് ആവശ്യമില്ലായിരുന്നു ഉപകരണങ്ങൾ എങ്കിൽ ഇന്ന് ഉപകരണത്തോടുകൂടി അറിയാൻ കഴിയും. പഴയകാലത്ത് ശാസ്ത്രം വാദിച്ചിരുന്നത് ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദബീജികൾ വായുവിൽ ലയിച്ചു ചേരുന്നു എന്നായിരുന്നു. ലയിച്ചു ചേർന്ന് അത് ഇല്ലാതാകുന്നു എന്നായിരുന്നു. അന്ന് മഹാനായ ഇമാം മുഹമ്മദ് റിള ഖാൻ ഫാദിലെ ബറൈൽവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ലയിച്ച് തീരുന്നില്ല, അത് ഡയലൂട്ട് ആകുന്നുണ്ട്, ലയിച്ചൊരിക്കലും തീരുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് അമേരിക്കയിൽ നിന്ന് വിട്ടൊരു ശബ്ദബീജി അത് നമ്മുടെ മൊബൈൽ ഫോൺ ഓഫാണെങ്കിലും 5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുറന്നാൽ അപ്പോൾ ആ ശബ്ദം അതിലേക്ക് കയറി വരുന്നത്. അത് ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അലാ ഹസ്രത്ത് ആ വിഷയത്തിൽ ഒരു കിതാബ് തന്നെ എഴുതി പിന്നീട് അത് കണ്ടുപിടിക്കപ്പെട്ടു. അതുപോലെ ഫോട്ടോകൾ, ഒരാൾ ഇവിടുന്ന് പോയാലും ആ ഫോട്ടോ ഇവിടെ തന്നെ നിൽക്കുന്നു. ഇപ്പോൾ പുതിയ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡിൽ എന്താണ്, ഒരു കൊലപാതകം നടന്നാൽ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അവിടെ വന്ന് ഫോട്ടോ എടുത്താലും നേരത്തെ നടന്ന കൊലപാതകത്തിൻ്റെ ഫോട്ടോ പിടിക്കാൻ കഴിയും. അതാണ് ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെയുള്ള വിദ്യകളെ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ പണ്ഡിതന്മാർ ശാസ്ത്രത്തിൻ്റെയും ഗണിതശാസ്ത്രത്തിൻ്റെയും അറിവുകളിൽ നിന്ന് അത്തരം വിഷയങ്ങളെ അവർ അക്കാലഘട്ടത്തിൽ അവരുടെ ഭാഷയിൽ സംസാരിച്ചുവെങ്കിൽ പിൽക്കാലത്ത് അത് സമൂഹത്തിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് തന്നെ അല്ലാഹു തആല നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത വർക്ക് സ്പേസ് വെബ് പോർട്ടൽ ഉപയോഗിച്ചാണല്ലോ ഈ പരിപാടി നടക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ പ്രകടിപ്പിക്കാൻ നാദിദ് ദഅവയുടെ ആ ഒരുക്കങ്ങൾ, അവസരങ്ങൾ കൊടുക്കുന്നു. വിദ്യാർത്ഥികൾ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് വരുന്നു. ഇതൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ വിജയങ്ങളാണ്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്ന വിദ്യാർത്ഥികൾ പ്രത്യേകമായി ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുകയാണ്. സയൻസ് പഠനം മുസ്ലിമിൻ്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപമാണ്. അത് തിരിച്ചുപിടിക്കണം എന്ന് തൃശ്ശൂർ സമസ്ത സമ്മേളനം ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം സയൻസ് പഠന രംഗത്തേക്ക് ഉലമാക്കൾക്ക് അവസരം ഒരുക്കിയത്. സയൻസ് ക്യാമ്പുകൾ, ക്യാമ്പസുകൾ ഇനിയും കൂടുതലായി വരേണ്ടതുണ്ട് എന്നത് അതിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ ബാഹുല്യം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ കൺഫ്യൂസ് ആക്കുകയാണ്. എന്തു ചെയ്യണം, എന്തു പഠിക്കണം, എങ്ങോട്ട് പോകണം, വിദേശത്ത് പോയി പഠിക്കണം എന്നതായിരുന്നു ഒരു കാലത്തെ വിളംബരം. അത് കേൾക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. ചിലരൊക്കെ മെല്ലെ കേട്ടു തുടങ്ങി. ഇപ്പൊ വിദേശ സഞ്ചാരം അത് വളരെ എളുപ്പമാവുകയും അലക്ഷ്യമായി വിദേശത്ത് പോകുന്ന ഒരു രീതി വരികയും ചെയ്യും. മൈഗ്രേഷൻ, നാട് വിട്ടുപോയാൽ പിന്നെ തിരിച്ചു വരില്ല, അവിടെ തന്നെ കൂടുന്നു. പഠിക്കാൻ പോയ ഏതെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിൽ പിന്നെ അവിടെ നിന്ന് അവൻ കച്ചവടക്കാരനായി മാറിപ്പോകും. കച്ചവടക്കാരനായിട്ട് വലിയ പണമുണ്ടാക്കി അത് ദീനീ സ്ഥാപനങ്ങൾ നടത്തുന്നതിനും ദീനീ പ്രവർത്തനം നടത്തുന്നതിനും കൊടുക്കുകയാണെങ്കിൽ അതൊരു സപ്പോർട്ടീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ വിദേശത്ത് പോയിട്ട് പിന്നെ ആ നാട്ടുകാരായി മാറിപ്പോവുകയും അവിടുത്തെ പാസ്പോർട്ട് എടുക്കുകയും ആ രാജ്യത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ദഅവത്തിന്റെ കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടി അവസരം ഉപയോഗപ്പെടുത്തുകയും ആണെങ്കിൽ കൊള്ളാം. മറിച്ച് പഠനത്തിന് വേണ്ടി മാത്രമായി ഇന്ന് യഥാർത്ഥത്തിൽ വിദേശത്ത് പോകേണ്ട ആവശ്യമില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ത്യ ചന്ദ്രനിലേക്ക് പറന്നു. സൂര്യന്റെ പിക്ചർ എടുക്കാനും ഇപ്പോൾ പോയിരിക്കുകയാണ്. ഇന്ത്യ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഔറംഗസീബിന്റെ കാലത്തേക്ക് ഇന്ത്യ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി നമ്മുടെ രാജ്യം ഉയർന്നു വരികയാണ്. അതിനും മറ്റൊരു രാജ്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. പച്ചവെള്ളം കൊണ്ട് വാഹനം ഓടിക്കാൻ തുടങ്ങിയാൽ പിന്നെ പെട്രോൾ തോടിയുള്ള ആ മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്രയും ആവശ്യമായി വരുന്നില്ല. ഈ രാജ്യത്ത് തന്നെ മഹാജനങ്ങൾ, വലിയ ബാഹുല്യമുണ്ട്. അവർക്കിടയിൽ പ്രവർത്തിക്കാനും ഈ നാടിനെ നന്നാക്കാനും തന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, വിദ്യാഭ്യാസപരമായി വിദേശ രാജ്യങ്ങളിലേക്കുള്ള അപൂർവം എക്സലന്റ് യൂണിവേഴ്സിറ്റികൾ ഒഴിച്ച് ബാക്കിയെല്ലാം കണക്കാണ്. അത് ഇന്ത്യയിലും ഉണ്ട്. ഇന്ത്യയിലെ വലിയ IITകളും MITകളും IIMകളും IISTകളും വലിയ മൗലാന ആസാദിന്റെ ദർശനങ്ങളിലുണ്ടായ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെ തേടി വിദേശ രാജ്യങ്ങളിൽ ഇങ്ങോട്ട് ആളുകൾ വരുന്നുണ്ട്. അതുപോലെയുള്ള വലിയ യൂണിവേഴ്സിറ്റികൾ, ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും ഹാർവാർഡും പോലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അത് കഴിഞ്ഞാൽ UK-യിലും അമേരിക്കയിലും യൂറോപ്പിലൊക്കെയുള്ള പാരലൽ യൂണിവേഴ്സിറ്റികളാണ്, പാരലൽ കോളേജ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളാണ്. അവിടേക്കാണ് വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാനഡയിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾ പൂനൂരിലെ സ്കൂളിൽ പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് കാനഡയിലേക്ക് തിരിച്ചുപോയപ്പോൾ കാനഡയിലെ സ്കൂളുകാർ പറയുന്നത് ഇവിടുത്തെ +2 തുല്യരാണ് പൂനൂരിൽ നിന്ന് വന്ന കുട്ടികൾ.
അപ്പൊ ഇന്ത്യൻ CBSEയുടെ 10ാം ക്ലാസ്സും അമേരിക്കയുടെയും കാനഡയുടെയും 12ാം ക്ലാസ്സും തുല്യമാണ്. അറിവിന്റെ വിഷയത്തിലും കഴിവിന്റെ വിഷയത്തിലും നമ്മെക്കാൾ മുന്നിൽ ഒരു രാജ്യത്തെയും ഇന്ന് കാണാൻ പറ്റില്ല. പിന്നെ പോയിരുന്നത് അവിടുത്തെ ഭാഷ പഠിക്കാനും ഭാഷക്കാരുമായി ഇഴുകിച്ചേരാൻ അവിടുത്തെ സംസ്കാരങ്ങളിൽ നല്ലത് എടുക്കാനും അങ്ങോട്ട് നല്ലത് കൊടുക്കാനുമെല്ലാം വേണ്ടിയായിരുന്നു. ആ നിലക്കുള്ള യാത്രകൾ മാത്രമേ നാം സ്വപ്നം കാണേണ്ടതുള്ളൂ, അത് മാത്രമേ ആവശ്യമുള്ളൂ. മറിച്ച് ഈ നാട്ടിൽ തന്നെയാണ് നമ്മൾ ആവശ്യം. ഇവിടെ ബഹുകോടി ജനങ്ങളുണ്ട്, അവരൊക്കെ നന്മയെ തേടുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും നിസ്കരിച്ചിട്ടില്ല എന്ന് തോന്നുന്ന മനുഷ്യർ. ഞാൻ മെനയാൻ പോകേണ്ട ഒരാളെ കണ്ടു, വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. സുബഹി നിസ്കരിച്ചോ എന്ന് ചോദിച്ചപ്പോ ഇല്ല, വൈകിപ്പോയി എഴുന്നേൽക്കാൻ. ഇന്നലെയോ? ഇന്നലെ തീരെ നിസ്കരിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും നിസ്കരിക്കാറുണ്ടോ? ഒരിക്കലും നിസ്കരിക്കാറില്ല. വെള്ളിയാഴ്ചയോ? അത് എപ്പോഴെങ്കിലുമൊക്കെ പോകും. വുളൂ ചെയ്യാൻ അറിയോ? വുളൂ ചെയ്യാൻ അറിയില്ല. പിന്നെ എന്താ ചെയ്യാ? അത് അവിടെ ചെയ്യുന്ന സ്ഥലത്ത് പോകുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടാൽ അങ്ങനെ ചെയ്യും. പിന്നെ ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ജുമാ നിസ്കരിക്കും. അതിൻ്റെ അപ്പുറം ഒന്നും അറിയില്ല. 4 മക്കളുള്ള മനുഷ്യനാണ് പറയുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ സ്കൂളിൽ ഗുജറാത്തിലെ സ്കൂളിൽ പോയപ്പോൾ അവിടുന്ന് ഒരാൾ പോയിട്ട് ഒളു ചെയ്തു കൊടുത്തു. അന്ന് അയാൾ മുഴുവനും നിസ്കരിച്ച്. ഇങ്ങനെയുള്ള കൗമ് നാട്ടിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകാനുള്ളത്? മനുഷ്യർ ആത്മീയതയിലേക്ക് മടങ്ങുകയല്ലാതെ രാജ്യം അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമായിട്ടൊന്നുമില്ല. അതിലേക്ക് മടങ്ങി വരണം. അപ്പൊ ജനങ്ങളെ കൊണ്ട് നിസ്കരിപ്പിക്കുക, ദിക്ർ ചെയ്യിക്കുക. അവർ കൃഷി ചെയ്തും കച്ചവടം ചെയ്തും വ്യവസായം നടത്തിയും കുടുംബം പോറ്റുകയും മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ആളുകളെ മാറ്റുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത്. അപ്പൊ അതായിരിക്കണം നൂറാനികളുടെ ആസ്പിരൻസ്, നൂറാനികളുടെയും നൂറാനി ആസ്പിരൻസിന്റെയും മനസ്സിലുള്ള കാര്യങ്ങൾ അതായിരിക്കണം. നമ്മൾ ആധുനിക വിദ്യയുടെ പിന്നാലെ പോയി ടെക്നോളജിക്ക് ഒപ്പിച്ച് നമ്മൾ വളർന്ന് അടിത്തറ വിട്ടുപോയാൽ അതിൽ യാതൊരു കാര്യവുമില്ല. അപ്പൊ പൗരാണികമായ ഇൽമിന്റെ പഠനത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കണം. നമ്മളിവിടെ മത്സര പരിപാടികളിൽ പ്രത്യേകമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ജാമിയത്തുൽ ഹിന്ദിന്റെ മത്സരങ്ങളിൽ നമ്മൾ പ്രത്യേകമായി ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇൽമ് പഠിക്കുന്നതിൽ നഹ്വും സർഫും മന്തിഖും മആനിയും ഉസൂലുൽ ഫിഖ്ഹും ഉസൂലുൽ ഹദീസും ഉലൂമുൽ ഖുർആനും പോലുള്ള വിഷയങ്ങൾ വളരെ നന്നായി പഠിക്കുന്നതിലാണ്. മമ്പുറത്ത് തങ്ങളുപ്പാപ്പ പറഞ്ഞത് നഫായിസുദ് ദുററി കിതാബുൽ അദ്കിയ ജൗഹറത്തുത് തൗഹീദി റിസ്ഖുൽ അസ്ഫിയ. ഈ 3 എണ്ണം അഖീദയും ഫിഖ്ഹും അഖ്ലാഖുമാണ്. ഈ 3 എണ്ണം പഠിച്ചാൽ ആ മനുഷ്യന്റെ ആത്മീയ ഭക്ഷണം അവന് മതിയാകും. പ്രോട്ടീനും വൈറ്റമിനും ഫാറ്റും എല്ലാം നിറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാം അതിലുണ്ട്. അഖീദയും ഫിഖ്ഹും തസ്കിയത്തുമുണ്ട്. هذه الثلاثة حفظها في البال حتى يزول الإنجليز الغالي. ഇംഗ്ലീഷുകാരൻ പോകുന്ന 1947 കാലഘട്ടമാകുന്നത് വരെ ഇതൊക്കെ പൂർണ്ണമായും ഹിഫ്ളാക്കുന്ന സ്വഭാവം ജനങ്ങളിലുണ്ടാകും. പിന്നെ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ എല്ലാറ്റിലും സ്വാതന്ത്ര്യമാകും. അപ്പൊ സിലബസുകൾ പരിഷ്കരിക്കപ്പെടും, അതിലും സ്വാതന്ത്ര്യമാകും. പഠനത്തിന് സമയം ചുരുക്കപ്പെടും. അങ്ങനെ പഠനം ആളുകൾക്ക് കുറഞ്ഞു വരും. എങ്കിലും കുറഞ്ഞ ആളുകൾ എന്നും അത്തരം കാര്യങ്ങളിൽ നിലനിൽ. അതുകൊണ്ട് ദഗിസ്ഥാനില് ചെന്നപ്പോൾ കാണുന്നത് കുട്ടികളുടെ പോക്കറ്റിൽ കിതാബുകളുടെ മുത്തൂനുകളാണ്. മിൻഹാജുണ്ട്, ജംഉൽ ജമാഅയുണ്ട്, അതുപോലെ ജൗഹറത്തുത് തൗഹീദുണ്ട്. ഇങ്ങനെ സനൂസിയുണ്ട്. ഇങ്ങനെ പ്രത്യേകപ്പെട്ട കിതാബുകളുടെ മത്നുകൾ, തഹ്ദീബുണ്ട്, തൽഖീസുണ്ട്. അത് ഹിഫ്ളാക്കാൻ വേണ്ടി പോക്കറ്റിലിട്ടിരിക്കുക. ബസ് കയറുമ്പോൾ ട്രെയിനിൽ കയറുമ്പോഴൊക്കെ അവർ ഓതി പഠിക്കും.
ഹിഫ്ള് ചെയ്തുകൊണ്ട് പഠിക്കുന്ന രീതി അതിലാണ് നമ്മുടെ മത്സരങ്ങൾ നടക്കേണ്ടത്. അതിനാണ് നമ്മൾ ഈ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ പഠിച്ചു വെച്ച അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നബിയാകാനേ പറ്റൂ, റസൂലാകാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രബോധകനായി മാറണം എങ്കിൽ അതിനുള്ള കഴിവുകൾ ആർജിക്കണം. അതിന് ഭാഷകൾ വേണം, പ്രസന്റേഷൻ സ്കില്ല് വേണം, രചന വൈഭവം ഉണ്ടാകണം. അതിനൊരു പക്ഷേ ഡിസൈനിങ് അറിയേണ്ടി വരും. അതുപോലെ തന്നെ അതിനുവേണ്ടി ടെക്നോളജി പഠിക്കേണ്ടി വരും. എല്ലാം പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഫർള് ഐനും ഫർള് കിഫായയും എന്ന് പറഞ്ഞ് ഉലൂമുകളെ വേർതിരിച്ചുകൊണ്ട് മഹാന്മാർ പഠിപ്പിച്ചത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി അത്തരം കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് അത് കിഫായത്തിന് വേണ്ടിയാ. അതൊരു സ്ഥാപനത്തിൽ ഒരാളുണ്ടെങ്കിൽ കാഫി. പിന്നെ എല്ലാവരും ഡിസൈൻ പഠിക്കാൻ പോകേണ്ട കാര്യം ഇല്ല. ഒരു നാട്ടിൽ ഒരാളുണ്ടെങ്കിൽ അത് മതി. അങ്ങനത്തെ വിഷയങ്ങളിൽ എണ്ണപ്പെട്ട ആളുകൾ പഠിക്കുകയും അല്ലാത്ത വിഷയങ്ങൾ എല്ലാവരും പഠിക്കുകയും ചെയ്ത് മിനിമം കഴിവുകൾ എല്ലാവരും ആർജിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിലൂടെ പഠിച്ച് ഉയരാനും അത് സമൂഹത്തിന് ഉപയോഗപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. എല്ലാവരും നഗരങ്ങളിലും വലിയ യൂണിവേഴ്സിറ്റികളിലും വലിയ വ്യാവസായിക കേന്ദ്രങ്ങളിലും പോവുകയല്ല, മറിച്ച് വലിയൊരു സമൂഹം ഗ്രാമങ്ങളിലേക്കാണ് പോകേണ്ടത്. പാലസ്തീനിൽ നബി പാലസ്തീനിലേക്ക് മാത്രം, മദായിനിൽ നബി മദായിനിലേക്ക് മാത്രം, ഈജിപ്തിൽ നബി ഈജിപ്തിലേക്ക് മാത്രം. അതാണ് ബനി ഇസ്രായേൽ അമ്പിയാക്കന്മാരുടെ രീതി. ലോകത്തൊന്നായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നതല്ല. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ സുലൈമാൻ നബി ലോകത്തിന്റെ രാജാവ്. അങ്ങനെ ചില ആളുകൾ പരന്ന് പ്രവർത്തിക്കുമ്പോൾ മറ്റു ചില ആളുകൾ ഒതുങ്ങി പ്രവർത്തിക്കാം. പരന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ഒതുങ്ങി പ്രവർത്തിക്കുന്നവരെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ഒതുങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾ കൂടുതലായി ഉണ്ടാകണം. ഒരു മസ്ജിദ്, അതിൻ്റെ മെഹ്റാബും അവിടുത്തെ മെമ്പറും, അതിനെ ചുറ്റിയുള്ള 100 ആളുകൾ അവരെ നന്നാക്കുക, അവർക്കിടയിൽ പ്രവർത്തിക്കുക. അതാണ് ഒരു അടിസ്ഥാനപരമായ ദാഇയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഡിഗ്രിയും PG യും PhD യും PDF ഒക്കെ കഴിഞ്ഞിട്ടും ഒരു ഫത്വ ഓതാൻ അറിയില്ലെങ്കിൽ, മര്യാദയ്ക്ക് ഖിറാഅത്ത് പഠിച്ച് ഒരു ഇമാമത്ത് നിൽക്കാൻ കഴിയില്ലെങ്കിൽ, അങ്ങാടിയിൽ എങ്ങനെ ദുആ ചെയ്യണം, നാട്ടിൽ എങ്ങനെ ദുആ ചെയ്യണം എന്ന് വേർതിരിവില്ലെങ്കിൽ ആ ദാഴിയെക്കൊണ്ട് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള അടിസ്ഥാനപരമായ സ്കില്ലുകൾ ഒരു നാടിനെ വളർത്താനുള്ള പത്തകളുകൾ വളർത്താനുള്ള അതിനാണ് നമ്മൾ കൂടുതൽ പ്രൊമോഷൻ കൊടുക്കേണ്ടത്. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ വളരണം. അതിനകത്ത് അതിനാണ് നിങ്ങൾ വളർത്തുക. നിങ്ങൾക്കെല്ലാം അവസരങ്ങളുണ്ട്, നിങ്ങളെ കൊണ്ടൊന്നും മതിയാവുകയില്ല ലോകത്ത്. അതുകൊണ്ട് നന്നായി പഠിക്കുകയും വളരുകയും ചെയ്യുക. അതിന് തടസ്സമാകാത്ത രീതിയിൽ മറ്റുള്ള കഴിവുകളൊക്കെ വികസിപ്പിക്കുകയും അത് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക. കറന്റ് വ്യൂ ഇവിടെ അൽഹംദുലില്ലാ ഓരോ വർഷവും നടക്കുമ്പോൾ ക്യാമ്പസുകളുടെ എണ്ണം കൂടി വരികയാണ്. അതുകൊണ്ട് ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ക്ലാസ് റൂമുകളിൽ തന്നെ AC വന്നു, താമസ സ്ഥലത്ത് AC വന്നു. അങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ സ്മാർട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആഡിറ്റോറിയത്തിൽ AC ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതൊന്നും പറ്റൂല. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളുള്ള നല്ല ശോലകളും ശീതളിമയും ഉള്ള പ്രദേശങ്ങളിൽ നമുക്ക് ക്യാമ്പസ് വരണം എന്ന് പറഞ്ഞിട്ട് എന്താണ് ക്യാമ്പസ് വരാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നൂറാനികളുടെ മനസ്സുകളിൽ പ്രാർത്ഥനയില്ലാത്തത് കൊണ്ട് 25 ആള് ഒരങ്ങാടിയിലെ ചേവിന്റെ മുകളിൽ നിന്നുകൊണ്ട് ആദ്യത്തെ വർഷം പഠനം നടത്തി, രണ്ടാമത്തെ വർഷവും നടത്തി. മുകളിൽ നിന്ന് മഴയും അടിയിൽ നിന്ന് തീയും
അതിനിടയിൽ കിടന്നുകൊണ്ട് പഠിച്ച സമയത്ത് ആ നൂറാനി കുട്ടികളുടെ പ്രാർത്ഥനയായിരുന്നു മർക്കസ് ഗാർഡൻ നമുക്ക് ലഭിച്ചത്. ഇന്ന് നാട് മുഴുവനും പരന്നു കിടക്കുന്ന സ്ഥാപനങ്ങളിൽ സുഖങ്ങൾ ഏറിയത് കൊണ്ടാണെന്ന് തോന്നുന്നു പ്രാർത്ഥന ഫലിക്കുന്നില്ല. പ്രാർത്ഥന ഫലിച്ചെങ്കിലേ ക്യാമ്പസ് വരുള്ളൂ. അപ്പോ നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടും വരുന്നില്ല. അബൂ സ്വാലിഹ് സക്കാഫിയും ജലാൽ നൂറാനിയും അതുപോലെ നമ്മുടെ പ്രിസം ഫൗണ്ടേഷനും എല്ലാവരും ഇടയ്ക്കിടയ്ക്കൊന്ന് തള്ളി നോക്കുന്നുണ്ട് എന്നല്ലാതെ എവിടെയും എത്തുന്നില്ല. അപ്പോൾ നല്ല ദുആ ഉണ്ടെങ്കിൽ എത്രയും ആളുകൾക്ക് ഒന്നിച്ചിരിക്കാനും പഠിക്കാനും വളരാനും ഇനി എന്തെല്ലാം സൗകര്യങ്ങൾ വേണം. വിശാലമായ ലൈബ്രറികളും ടെക്നോളജി അപ്ലൈഡ് പഠന മുറികളും ഗവേഷണ കേന്ദ്രങ്ങളും എല്ലാം ഉണ്ടാകണ്ടേ. അതിന് നാം വളരണം. അതിനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ടാകണം. അള്ളാഹുവിനോട് നമ്മൾ കരഞ്ഞ് ചോദിക്കണം. നമ്മെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ സ്ഥാപനങ്ങൾ ഇക്കാണുന്ന മുത്തഅല്ലിമുകളെ മുഴുവനും തീറ്റിപ്പോറ്റുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും കാരുണ്യം ചൊരിയട്ടെ. സ്ഥാപനങ്ങളിൽ സൗകര്യങ്ങൾ ചെയ്തു തരുന്ന പരശ്വതമാടുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു കബൂൽ നൽകട്ടെ, ഗുണങ്ങൾ ചെയ്യട്ടെ, ബറക്കാത്തുകൾ ചൊരിയട്ടെ. ട്രെൻഡ് വ്യൂവിൻ്റെ പരിപാടിക്ക് മർക്കസ് ഗാർഡൻ്റെ പരിസരത്തുള്ള നാട്ടുകാർ, അയൽക്കൂട്ടക്കാർ ഭക്ഷണവും വെള്ളവും നൽകി അവർ നമ്മെ സഹായിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അജ്മീർ ഉർസ് വരാനുണ്ട്. അത് വലിയൊരു പ്രോഗ്രാമാണ്. ഇന്ത്യ മുഴുവനും പരന്നു കിടക്കുന്ന ഒരു പ്രബോധന വൃന്ദം എന്ന നിലക്ക് നൂറാനികൾക്ക് തന്നെയാണ് സുൽത്താനുൽ ഹിന്ദിന്റെ ആണ്ടടിയന്തരം നടത്താനുള്ള ബാധ്യത. അവർക്കാണ് അതിൻ്റെ അനുയോജ്യമായ രീതി. അതുകൊണ്ട് ആ ഉറുസെ അജ്മീർ വലിയ പരിപാടിയാകണം. അതിനെല്ലാവരും മുന്നിട്ടിറങ്ങണം. എല്ലാവരും സഹായിക്കണം. എല്ലാവരും സൗജന്യമായിട്ടാണ് പഠിക്കുന്നത്. ആരോടും ഫീസ് ചോദിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. സയൻസോ ഇംഗ്ലീഷോ കണക്കൊക്കെ പഠിക്കാൻ പ്രത്യേകം ആവശ്യമായി വരുമ്പോഴേ നമ്മൾ ഫീസ് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷേ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകളുടെ രക്ഷിതാക്കന്മാർ പലരും യതീം കുട്ടികളെ കഫാലത്ത് ചെയ്യുന്നവരാണ്. മുത്തഅല്ലിമുകളെ ഏറ്റെടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മദീനത്തുന്നൂറിൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് നമുക്ക് അത്തരം ഒരുപാട് സഹായങ്ങൾ ആവശ്യമുള്ളത്. അതാരും മറന്നു പോകണ്ട. എല്ലാവരും അതിലേക്ക് പല രീതിയിലുള്ള സഹായങ്ങൾ ഒരുക്കിയിട്ട് മുന്നോട്ട് വരണം. പിന്നെ പ്രത്യേകിച്ച് ഈ ഉറുസെ അജ്മീറിനോടനുബന്ധിച്ചുകൊണ്ട് പല പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇമാം അബൂ സ്വാലിഹ് സഖാഫി കാര്യങ്ങളൊക്കെ നിങ്ങളോട് വിശദീകരിച്ച് പറയും. അപ്പോ അത് ഇപ്പം നമുക്ക് ഓൺലൈൻ മൗലിദ് എല്ലാ വീടുകളിലും ചേർന്ന് കൊടുത്തൊരു മൗലിദ്. അപ്പോൾ നൂറാനി വിദ്യാർത്ഥികളും പ്രിസം മെമ്പർമാരും അവരുടെ കുടുംബങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് അതിൽ പങ്കാളികളാവണം. നിങ്ങളോട് ബന്ധപ്പെട്ട കൂടുതൽ ആളുകളിലേക്ക് അതിനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിലേക്ക് അംഗങ്ങളാക്കുകയും ചെയ്യണം. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സമസ്തയുടെ 100ാം വാർഷികം കാസർഗോഡ് വെച്ച് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ 3 വർഷത്തെ പരിപാടികളിൽ ആദ്യത്തേത് SYSൻ്റെ പരിപാടികളാണ്. ഇൻഷാ അല്ലാഹ് 13-ാം തീയതി കൊല്ലത്ത് വെച്ച് പ്രഖ്യാപിക്കുകയായി. പിന്നെ തുടർന്നുള്ള ഒട്ടേറെ പരിപാടികൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട്. ജാമിയത്തുൽ ഹിന്ദിൻ്റെ ഈ വരുന്ന 20-ാം തീയതി നടക്കുന്ന മത്സര പരിപാടികൾ ഉൾപ്പെടെ ഇതെല്ലാം സമസ്തയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ അംഗമാവുകയും അതിൻ്റെ പ്രചോദകരും പ്രവർത്തകരുമായി തീരുകയും വേണം. മാത്രമല്ല നമ്മുടെ കേൾവിയാണ്
കൂടുതൽ സുഖം വായനയേക്കാൾ എന്നുള്ള ഓരോ കാലത്ത് ഓരോ ട്രെൻഡാണല്ലോ. ട്രെൻഡ് സെറ്റേഴ്സ് ആൻഡ് ട്രെൻഡ് മേക്കേഴ്സ് അവരുടെ കാലമാണ്. അപ്പൊ ചില ട്രെൻഡിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കേണ്ടി വരും. സുന്നി വോയിസ് പ്ലസ് കേട്ട് വായിക്കാതെ കേൾക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിൻ്റെ ഡിജിറ്റൽ വേർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനാണെങ്കിൽ ചെറിയ പൈസ കൊടുത്താൽ മതി. അത് ഏത് കാലത്തും അതിലേക്ക് ആളുകളെ ചേർക്കാം. അതിനൂതനമായ വിഷയങ്ങൾ നൂറാനികളുടെ തന്നെ റിസർച്ച് പഠനങ്ങൾ എല്ലാം അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളതിൻ്റെ പ്രചാരകനാകണം. റിസാല അപ്ഡേറ്റ്സ് ഉണ്ട്, സിറാജ് ലൈവ് ഉണ്ട്, പിന്നെ മർകസ് നോളജ് സിറ്റിയുടെ ജാമിയുൽ ഫുതൂഹിന്റെ വിവിധ തരം ഓൺലൈൻ പ്രോഗ്രാമുകൾ, ഫുതൂഹ് അക്കാഡമിയുണ്ട്, മറ്റു പലതും ഉണ്ട്. അതിലെല്ലാം നിങ്ങളുടെ പഠനത്തെ മുടക്കാത്ത രീതിയിൽ നിങ്ങൾ ചെലവഴിക്കുന്ന സമയങ്ങളെയും നാട്ടിൽ പോകുന്ന മാസാന്ത ദഅവയുടെ സമയവും എല്ലാം ഇത് കുടുംബത്തിലും നാട്ടിലും ഒക്കെ പ്രചരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും വേണ്ടി എല്ലാവരും തയ്യാറാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.